ഹല്ലേലൂയ. ജെറമ്യാ 4:14-15 വലിയൊരു വചനമാണ്. ജെറുസലേമേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കും. എത്ര നാളാണ് നീ ദുഷിച്ച ചിന്തകളും പേര് നടക്കുന്നു? ഒത്തിരി മക്കളുടെ ഹൃദയത്തിൽ സാത്താൻ്റെ അരൂപികൾ ഇരിക്കുന്നത് ദുഷിച്ച ചിന്തകളാണ്. ഭാര്യയ്ക്കെതിരെയുള്ള ചിന്ത, ഭർത്താവിനെതിരെയുള്ള ചിന്ത, അയൽക്കാരനെതിരെയുള്ള ചിന്ത, മക്കൾക്കെതിരെയുള്ള തീരുമാന ചിന്തകൾ, പാപചിന്തകൾ, അശുദ്ധ ചിന്തകൾ, ആഗ്രഹങ്ങൾ, ഇത് ഹൃദയത്തിൽ ഇങ്ങനെ വെക്കുക. ധനമോഹം, പാപത്തുള്ള ആസക്തി, പാപത്തുള്ള ബന്ധം, ഇതെല്ലാം ഹൃദയത്തിൽ ഇങ്ങനെ പൂഴ്ത്തി വെച്ചിരിക്കുക. ഇതിരിക്കുമ്പോൾ അതാണ് ഇപ്പം അച്ഛന് ചിലപ്പോഴൊക്കെ ഇങ്ങനെ ബന്ധിക്കുമ്പോൾ ഈ ആളുകൾ അവർക്കറിയാം, അവർ പറയാം എന്തോ ഒരു സാധനം ഇറങ്ങിപ്പോയി, ഞങ്ങളുടെ അച്ഛൻ ഭാരം കുറഞ്ഞു പോയി, ഇരുണ്ട ചില രൂപങ്ങൾ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ശരിക്കും ഇതെല്ലാം ഒരു ദുരാത്മാക്കളാണ്, ദുഷ്ടാത്മാക്കൾ. അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവിനെ ബന്ധിച്ച് കഴിഞ്ഞപ്പോൾ ഈശോ ബഹിഷ്കരിക്കുന്ന സമയത്ത് അത് പോയിട്ട് 2000 പന്നികളിൽ പോയി പ്രവേശിച്ചു. അവിടെ ചിലം പറയും, വീട്ടിൽ അപ്പന് അശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഈ അശുദ്ധാത്മാവ് വെറുതെ ഇരിക്കില്ല, അത് അമ്മയെ ഉപദ്രവിക്കും, ഇത് കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കും, നശിപ്പിക്കും. അത് അമ്മയിൽ അശുദ്ധാത്മാവ് കുടിയിരിപ്പുണ്ടെങ്കിൽ ഇത് മക്കളെ ഉപദ്രവിക്കും, നശിപ്പിക്കും. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനിട്ട് പോലും ചിലപ്പോൾ പണി കൊടുത്തുനിന്ന് വരും. ഭർത്താവിനെ ഉപദ്രവിക്കും, വീട്ടിലുള്ള കുടുംബത്തെ, വസ്തുവിനെയൊക്കെ കയറി ഇടിക്കും, തകർക്കും. ഇത് പലപ്പോഴും ഞാൻ ഈശോന് പറഞ്ഞത് തടസ്സങ്ങൾ. ഇപ്പോൾ തടസ്സങ്ങൾ എൻ്റെ ചില അച്ഛോ എൻ്റെ ബിസിനസ്സിൽ ഭയങ്കര തടസ്സം, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കുന്നത് എന്താ? ഞാൻ ബിസിനസ്സിൻ്റെ മേഖലയിലുള്ള ബന്ധനമല്ല അഴിക്കുന്നത്, ഇവനിലുള്ള ബന്ധനം അഴിക്കുന്നത്. ഇവനിലുള്ള തിന്മയുടെ ശക്തിയാണ് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നത്. അപ്പോഴാണ് അവൻ്റെ ബിസിനസ്സിൻ്റെ കെട്ടഴിഞ്ഞത്. യേശുവേ നന്ദി. അപ്പം ഇവനിലൂടെ ഒരു തിന്മയുടെ ശക്തി അവനെതിരെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ചില വിവാഹ തടസ്സം വരുമ്പോൾ അച്ഛൻ പോയിട്ട് ഒരു കാര്യം നടക്കുന്നില്ല, വെച്ചാൽ എത്ര നോക്കിയിട്ടും കാണുന്നില്ല, ഇപ്പം നടക്കുന്നില്ല, അവിടെ പോയി ഇവിടെ പോയി എല്ലാം ബ്ലോക്ക്, മുഴുവൻ ബ്ലോക്ക്, എന്താ ചെയ്ത്? അപ്പം ഞാനിവിടെ ചോദിക്കും, നീ കുടിക്കുവോ, നീ വലിക്കുവോ, നീ വ്യഭിചരിക്കുവോ, നീ മ്ലേച്ഛ പാപത്തിൽ പോവോ, നീ പള്ളി പോകണോ, കുമ്പസാരിക്കണം, കുർബാന അനുസരിക്കുക, ഇതെല്ലാം ഞങ്ങൾ ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ ഇതിൽ ചില ഗൗരവമേറിയ മേഖലകൾ വ്യക്തമായിട്ട് കാണും. അപ്പോൾ ആ മേഖല വെച്ച് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന മേഖലയെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ബഹിഷ്കരിക്കുന്നു പ്രാർത്ഥി. എന്നിട്ട് നമ്മൾ എട്ടിനെ പൊക്കോളാൻ പറയും. എന്നിട്ട് വന്ന് എത്രയും പെട്ടെന്ന് പോയി ധ്യാനം കൂടുക, അല്ലെ കുമ്പസാരിക്കുക, ദൈവത്തോട് മാപ്പ് പറയുക. നിൻ്റെ കേട്ട അപ്പം നിന്നില്ല, ശരിക്കും നമ്മളിലൂടെ ഒരു തിന്മയുടെ ശക്തി ഒഴുകും. അത് തന്നെ നമ്മളെ ബ്ലോക്ക് ചെയ്യും. നമുക്കറിയാം, ഇന്ന വണ്ടിക്ക് പോയാൽ കൃത്യസമയത്ത് അവിടെ എത്തും. പക്ഷെ ആ സമയത്ത് നിന്നിലെ സ്പിരിറ്റ് നിന്നെ വിടില്ല, അവിടെ നിർത്തിക്കും നിന്നെ. അപ്പോൾ നീ ചെല്ലുമ്പോഴത്തേക്ക് നിന്നെ വിടില്ല, ആ വണ്ടി വിടും, നിന്നെ കെട്ടിയിടും. അതിനാരും വേണ്ട ആവശ്യമില്ല. അതാണ് പാപം ചെയ്യുമ്പോൾ ഈ തിന്മയുടെ ശക്തികൾ നിന്നെ തന്നെയാണ് പൂട്ടുന്നത്. പഠിക്കുന്ന കൊച്ചിനെ ഈ തിന്മ അവൻ പാപത്തിൽ കഴിയുമ്പോഴത്തേക്കും അവനെ കൊണ്ട് അവനെതിരായിട്ട് പ്രവർത്തിപ്പിക്കും. അവൻ്റെ പഠനം, അവൻ്റെ വായന, അവൻ്റെ എല്ലാത്തിനും അവനെ കൊണ്ട് തന്നെയാണ്. അവനെ പ്രവർത്തിച്ച തിന്മയുടെ ശക്തി അവനോട് തെറ്റ് ചെയ്യാൻ പറയും. പൈശാചികശക്തി അവനെ കൊണ്ട് ചെയ്യും, അല്ലാണ്ട് വേറെ ആരുമല്ല. അവിടെ അപ്പനോ അമ്മയോ അല്ല കൂടെയുള്ള സഹോദരങ്ങളൊന്നുമല്ല അവളെ ഉപദ്രവിക്കുന്നത്. അവനെ പ്രവർത്തിക്കുന്ന തിന്മയുടെ അരൂപി. അതാണ് ചിലപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിട്ടുപോകും. അവിടെ അണക്കര എനിക്കിത് സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പരിശുദ്ധാത്മാവും സഭയും എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുമ്പോൾ ഞാനിത് വ്യക്തമായിട്ട് അങ്ങ് പ്രാർത്ഥിക്കും. അപ്പോൾ ഇത് കാണുമ്പോൾ ഒത്തിരി മക്കളിത് കഴിയുമ്പോൾ വെച്ചാൽ എനിക്കറിഞ്ഞു, ഞാൻ സത്യം പറഞ്ഞാൽ ഞാനൊന്നുമല്ല, ഞാൻ വട്ടപ്പൂച്ച, എനിക്കൊന്നുമല്ല. ഇത് ബൈബിളിൽ മത്തായിയുടെ സുവിശേഷം 12:28-29 ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇത് വേണം. ഇത് ശുശ്രൂഷ സഭയിൽ ഒത്തിരി വൈദികരിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് വൈദികരെ കർത്താവ് ഇതിന് ഉപകരണങ്ങളാക്കിക്കൊണ്ട് ഇപ്പോൾ സഭയെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. വളരെ ദൈവത്തിൻ്റെ പ്രവർത്തനം ലോകം മുഴുവൻ നടക്കട്ടെ. പ്രിസ്തലോഷ് ശ്രവർത്തിപ്പുന്ന യേശുവേ നന്ദി. എനിക്കറിയാം, ബ്രസീലിൽ വർക്ക് ചെയ്യുന്നൊരു അച്ഛൻ, നന്നായിട്ട് കർത്താവിൻ്റെ വചനം കൊടുക്കുന്ന നല്ലൊരു ശുശ്രൂഷ അച്ഛനിങ്ങനെ ചെയ്യും. ഒത്തിരി കുടുംബങ്ങൾ. അതുപോലെ ഇപ്പോൾ റോമിലായിരിക്കുന്ന ഒരു അച്ഛൻ ശരിക്കും അച്ഛന് കെനിയയിലായിരുന്നു, ആഫ്രിക്കൻസിൻ്റെ ഇടയിലായിരുന്നു. സുന്ദരമായിട്ട് ശരിക്കും ആത്മാവിന്. അപ്പോൾ ഒത്തിരി ജീവിതങ്ങൾക്കറിയാം. അപ്പോൾ അതാണ് പാപം ചെയ്യുമ്പോൾ ഒരു ശക്തി, പാപത്തിൻ്റെ ശക്തി, ഒരു ദുരിതശക്തി നമ്മളെ
കീഴടക്കും. 2000 പന്നികളെ നശിപ്പിക്കും. പ്രസ്തലോഷ്. നമ്മുടെ കയ്യിലിരിക്കുന്ന പാത്രം, നമ്മൾ മേടിച്ച പാത്രം നമ്മളെയും കൊണ്ട് തന്നെ അത് പൊട്ടിപ്പിക്കും. പ്രസ്തലോഷ്. നമ്മൾ മേടിച്ച വസ്ത്രം നമ്മളെയും കൊണ്ട് തന്നെ അത് നശിപ്പിക്കും. നമ്മൾ മേടിച്ച സംഭവങ്ങൾ നമ്മളെയും കൊണ്ട് തന്നെ നശിപ്പിക്കും. നമ്മളെടുക്കുന്ന പണം, കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം, അത് നമ്മളെയും കൊണ്ട് തന്നെ അത് നശിപ്പിക്കും. പ്രസ്തലോഷ്. അത് അങ്ങനെ ചെയ്യാൻ പറ്റും. അത് വേറെ ആരും അതിന് കൂട്ടുവരേണ്ട കാര്യമില്ല. പ്രസ്തലോഷ്. വേറെ ആരും അതിനകത്ത് നമ്മൾ മറ്റാരെയും കുറ്റം പറയേണ്ട ആവശ്യവുമില്ല. സർവ്വത്തിൽ പ്രത്യേക ഹല്ലേലൂയ. പക്ഷെ ഇവൻ കള്ളനായതുകൊണ്ട് ഇവൻ നമ്മളിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ ഒരിക്കലും അറിയില്ല. അതാണ് ഏറ്റവും പ്രത്യേകത. ഇവൻ നമ്മളിൽ പ്രവർത്തിക്കുന്നുള്ള കാര്യം ഒരിക്കലും നമ്മൾ അംഗീകരിക്കത്തുമില്ല. നമ്മളത് അംഗീകരിക്കൽ നമ്മൾ പറയത്തില്ല. നമ്മൾ ഒരിക്കലും സമ്മതിക്കത്തില്ല. നമ്മളെപ്പോഴും വിചാരം മറ്റുള്ളവരിലാണ് പ്രവർത്തിക്കുന്നത്. പ്രസ്തലോഷ്. അത് തന്നെ തിന്മയുടെ ശക്തി. അവൻ കോൺസെൻട്രേഷൻ മാറ്റിവിടും. അവൻ്റെ ബുദ്ധി അവൻ അതേ ബുദ്ധി. അതല്ലേ പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാനായിട്ട് പറയുന്നു. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന് 1 മുതൽ 3 വരെയുള്ള വചനം. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച വന്യമൃഗങ്ങളിൽ വെച്ച് ഏറ്റവും കൗശലമേറിയതായിരുന്നു സർപ്പം എന്നാണ് പറയുന്നത്. വളരെ ഷ്രൂഡാണ്, വളരെ വെൽ ഷ്രൂഡാണ്. എളുപ്പമല്ല, ഗ്രഹിക്കാൻ എളുപ്പമല്ല. ഇത് കുഞ്ഞുങ്ങൾ കാണുന്ന പ്രേമബന്ധങ്ങളെ പ്രോത്സാഹിപ്പിച്ചേക്കരുത്. പ്രേമബന്ധങ്ങൾ, പ്രീ മാരിറ്റൽ സെക്സ്, കറങ്ങി നടക്കൽ, കൂട്ടുകെട്ട്, ഫോൺ വിളി, ഇതെല്ലാം ഈ സ്പിരിറ്റാണ്. വളരെ ഊഷ്മളതയേറിയ ആനന്ദം കൊടുക്കുമെങ്കിലും അതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് പഴം കൊടുക്കും, ഒരു ടേസ്റ്റുള്ള പഴം. അതാണ് വിലക്കപ്പെട്ട കനിക്കൊരു പ്രത്യേക രുചിയുണ്ട്. പക്ഷേ അതവനെ മരണത്തിലേക്ക് നയിക്കുക. ഇന്നത്തെ ഒരുപാട് ഡിവോഴ്സുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. കുടുംബങ്ങൾ രണ്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. പ്രതീക്ഷിക്കുന്ന നേരെ അപ്പോസിറ്റ്. ഒരു 16, 18, 20 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് മക്കളെ ഓർത്ത് സന്തോഷിക്കാൻ പറ്റുന്നു. അത് കഴിയുമ്പോൾ മക്കളെ നഷ്ടപ്പെടുന്ന ഒരു സംഭവം ഇന്നൊരു തുടർക്കഥ പോലെ കുടുംബങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കാരണം ഈ അശുദ്ധാത്മാവ് വന്ന് ആവസിക്കുന്നു. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അശുദ്ധാത്മാവ് കയറി ആവസിക്കുകയാണ്. അപ്പോൾ അത് വളരെ ഗൗരവമുള്ള പാപമാണ്. സ്ഥിരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് 1 കൊരിന്തോസ് 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 20 വരെയുള്ള വചനം ഒന്ന് വായിക്കാൻ ശ്രദ്ധിച്ചോണം. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്. തലക്കെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലയമെന്ന്. പരിശുദ്ധാത്മാവിൻ്റെ ആലയം. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയുള്ളതാണ്. ദൈവം ഇവ രണ്ടിനെയും നശിപ്പിക്കും. ശരീരം ദുർവൃത്തിക്കുള്ളതല്ല, പ്രസ്തുത ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടി ഉള്ളതാണ്. ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു, അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുന്ന് ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ? ഒരിക്കലുമില്ല. വേശ്യയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്കറിവുള്ളതല്ലേ? എഴുതപ്പെട്ടിരിക്കുന്ന പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു. വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റ് പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ സമയത്ത് അച്ഛൻ പറഞ്ഞത് ഈ തിന്മയുടെ അരൂപി നമ്മളിലേക്ക് വരാതിരിക്കുവാനും നമ്മുടെ ശരിക്കും എന്തിനാണ് ഈ അശുദ്ധി സാത്താൻ വിതയ്ക്കുന്നത്? വിതച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത പിന്നെ നിനക്ക് ദൈവത്തോട് അടുക്കാൻ ആവില്ല. ദൈവബന്ധമാണ് മുറിഞ്ഞു പോകുന്നത്. ദൈവവുമായിട്ട് അടുക്കാൻ ഈ പാപം വന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവവുമായിട്ട് അടുക്കണമെങ്കിൽ നമുക്ക് വിശുദ്ധി വേണം. അതായത് ഇത്തരം അശുദ്ധി ഒന്നും നമ്മൾ കാണരുത്. നേരെ മറിച്ച് നമ്മൾ ദൈവസ്നേഹവും സഹോദര സ്നേഹവും ക്ഷമയും സഹോദരിയും എളിമയും നല്ല എളിമയും അതുപോലെ ഉണ്ടാകും. വെളിപാട് 2:9 പറയും, നിന്റെ ഞെരുക്കവും ദാരിദ്ര്യവും എനിക്കറിയാം, എങ്കിലും നീ സമ്പന്നന്, യഹൂദരെന്ന് അവകാശപ്പെടുകയും എന്നാൽ അങ്ങനെയല്ല സാത്താൻ്റെ സിനഗോഗായി വർത്തിക്കുകയും ചെയ്യുന്നവർ ദോഷാരോപണങ്ങളും ഞാൻ അറിയുന്നുണ്ട്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും സാത്താൻ്റെ സിനഗോഗ് എന്ന് പറയും. സാത്താൻ പഠിപ്പിക്കുന്നത് അവൻ്റെ ഉള്ളു മുഴുവൻ അതാണ്. അത് അടുത്തൊരു വചനം വായിക്കുകയാണ്.
എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട്. പ്രവാചികയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചോ ഭക്ഷിക്കാനും എൻ്റെ ദാസനെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. അനുദപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി, എന്നാൽ അവൾ തൻ്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുദപിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതാ ഞാൻ അവളെ രോഗശയ്യയിൽ തള്ളിയിടുന്നു. അവളുമായുള്ള വേഴ്ചയെപ്പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ തെറ്റ് ചെയ്തവരെല്ലാം വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും. അവളുടെ മക്കളെ ആകട്ടെ മരണത്താൽ ഞാൻ ശിക്ഷിക്കും. ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കുന്നവനാണ് ഞാൻ എന്ന് സകല സഭകളും അപ്പോൾ അറിയും. നിങ്ങൾ ഓരോരുത്തർക്കും പ്രവൃത്തികൾക്ക് അനുസൃതം ഞാൻ പ്രതിഫലം നൽകും. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കൾ, ദൈവ അനുഭവം കിട്ടണമെങ്കിൽ ഹൃദയം നിർമ്മലമായിരിക്കണം. വക്രത, വഞ്ചന, കുടിലബുദ്ധി, ഇതൊന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ നിർത്തുകയില്ല. ഗലാത്യ 5:16 മുതൽ 21 വരെയുള്ള വചനം ശ്രദ്ധിക്കണം. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുകയും ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്. എല്ലാവരും ഓർത്തോണം, ജഡമോഹങ്ങളെല്ലാം നിങ്ങളിൽ വസിക്കുന്നു. ഇപ്പം ധനാസക്തി, ജഡികാസക്തി, മദ്യാസക്തി, ഭക്ഷണാസക്തി, അങ്ങനെ ഓരോ ആസക്തികൾ, പുകവലിയുടെ ആസക്തി, ഇത് മുഴുവനും ആത്മാവിന് എതിരാണ്. സ്വരമെടുത്ത് പറയാം ഹല്ലേലൂയ. അത് മുഴുവനും ആത്മാവിന് എതിരാണ്. അതുപോലെ നിങ്ങളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവിന് എതിരാണ് ഈ പറയുന്ന എല്ലാ മേഖലകളും എന്നുള്ള കാര്യം മനസ്സ് സൂക്ഷിക്കണം. സ്വരമെടുത്ത് പറഞ്ഞ ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ് അടുത്തത്, എന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നു. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അടുത്ത വചനം പറയാണ്, വലിയൊരു വചനം. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ഇത് പറയാണ്, ജഡത്തിൻ്റെ വ്യാപാരം, ജഡത്തിൻ്റെ സ്പിരിറ്റ് പറയാം എന്തെല്ലാം ആഗ്രഹം, ഇതിനെ കൺട്രോൾ ചെയ്യണം. 1 അവ വ്യഭിചാരം, 2 അശുദ്ധി, 3 ദുർവൃത്തി, 4 വിഗ്രഹ ആരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവർത്തികളുമാണ്. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ഈ സമൂഹത്തിൽ തിന്മയിരുന്നാൽ മതി, അത് വെറുതെ പോകുന്നവന് പോലും അത് അടി കിട്ടാം. അതിൻ്റെ ഫലം വേണം. പ്രസ്തലോഷ് ആ സ്പിരിറ്റിനെ കയറി ഉപദ്രവിക്കുക. പ്രസ്തലോഷ്. അപ്പോൾ ഒരു വീട്ടിലൊരു തകർച്ച വരുമ്പോൾ ആ വീട്ടിൽ പാപം ഉണ്ടായിട്ടെന്ന് നിർബന്ധമില്ല. പ്രസ്തലോഷ്. അത് വേറെ എവിടെയെങ്കിലും തിന്മയുടെ അരൂപികൾ പ്രവർത്തിക്കുന്ന അത് മനുഷ്യൻ്റെ ഇതിനെ വെൽക്കം ചെയ്യുന്നു. എന്ത് സമൂഹം ഒന്നാകെ ഈ പാപം മുഴുവൻ പുറത്താക്കണം. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനം മുഴുവൻ അതാണ് വിശുദ്ധ ജനതയായിട്ട് മാറണം. ഈ കാലഘട്ടത്തിൽ ഇതാണ് ഈ ഒരു തിന്മയിൽ നിന്ന് നമ്മൾ പൂർണ്ണമായും വിടുതൽ കിട്ടാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ശ്രമത്തിൽ പറഞ്ഞ യേശുവേ നന്ദി. എന്നിട്ട് പറയാണ്, ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് വീണ്ടും ആവർത്തിക്കുക. എന്താ ദൈവരാജ്യം അവകാശമാക്കില്ല, ഇത്തരം തിന്മകൾ ചെയ്യുന്ന ദൈവരാജ്യം അവകാശമാക്കില്ല എന്ന് പറയാൻ കാരണമുണ്ട്. ആ ആത്മാവ് അശുദ്ധിയുള്ള ആത്മാവാണ്. അശുദ്ധിയാൽ മുഴുകിയിരിക്കുന്ന ആത്മാവ്, പാപക്കറ കൊണ്ട് നിൽക്കുന്ന ഒരു ആത്മാവ്. അപ്പം അങ്ങനെ അതുകൊണ്ട് ഇതൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. ആത്മാർത്ഥമായിട്ട് പരിശ്രമം. മാനസാന്തരം എന്നുള്ളത് അതൊരു ഹാർഡ് വർക്ക്, അത് ആത്മാർത്ഥതയുണ്ടാണ്. നിങ്ങൾ എത്രയോ കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് കുഞ്ഞുങ്ങൾക്ക് 95% മാർക്ക് കിട്ടാൻ വേണ്ടി എന്തോ ഒരു ഹാർഡ് വർക്കാണ് അധ്യാപകരും അല്ലെങ്കിൽ കുട്ടികളൊക്കെ എന്തൊരു ഹാർഡ് വർക്കാണ്. ഇതിൻ്റെ 1% ഹാർഡ് വർക്ക് ആത്മാവിനെ നവീകരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഒരുവൻ്റെ ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ വേണ്ടി, വിശുദ്ധിയുള്ളതാക്കാൻ വേണ്ടി 1% ആത്മാർത്ഥത എന്നോട് കാണിക്കുന്നുണ്ടോ?
അനുഗ്രഹങ്ങൾ ഇങ്ങോട്ട് പോരെ 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 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ദൈവത്തെ വിളിക്കുമ്പോൾ അനുഗ്രഹം ദൈവം തരാൻ തയ്യാറാണ്. പക്ഷേ ഈ അനുഗ്രഹം നിനക്ക് തന്നിട്ട് കാര്യമില്ല. അതായത് വിഷം പുരണ്ട ഒരു പാത്രത്തിലേക്ക് ഒരമ്മയും പാലൊഴിച്ച് കൊടുക്കാറില്ല. അശുദ്ധ വസ്തു ഇരിക്കുന്ന, അല്ലെങ്കിൽ പാത്രം കഴിയാതെ അതിനകത്ത് അശുദ്ധി ഇരിപ്പുണ്ട്, അത് അതിനകത്ത് ഭക്ഷണം കിടപ്പുണ്ട്, പഴയ ഭക്ഷണത്തിൻ്റെ അഴുക്ക് കിടപ്പുണ്ടെങ്കിൽ അതിനകത്തോട്ട് ആരും പാലൊഴിച്ച് കൊടുക്കാറില്ല എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയൊടുക്കാൻ അവിടെ നമ്മുടെ ഒരു വിട്ടുകൊടുക്കൽ ആവശ്യം. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഞാൻ കഴുകണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കാര്യം കർത്താവേ നീ എനിക്ക് കഴുകിത്തരണം, നീ എന്നെ രക്ഷിച്ചു തരണം എന്ന് പറഞ്ഞ് കൊടുക്കണം. അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ചിലപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് കഴുകും, ദൈവത്തിൻ്റെ ആത്മാവ് ക്ലീൻ ചെയ്യുന്ന സംഭവമുണ്ട്. അല്ല, നമ്മൾ വിട്ടുകൊടുക്കണം, സമർപ്പണം, അതുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണം ആവശ്യമാണ്. അതുകൊണ്ട് അശുദ്ധി മാറട്ടെ, ദൈവജനം വിശുദ്ധിയുള്ള ജനതയായിട്ട്. അപ്പം കുടുംബങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തോ ഒരു സമാധാനം വരുന്നറിയോ, ഹൃദയത്തിൽ വിശുദ്ധിയുണ്ട്. അപ്പൻ്റെ ഹൃദയത്തിൽ, അമ്മയുടെ ഹൃദയത്തിൽ, മകൻ്റെ ഹൃദയത്തിൽ, മകളുടെ ഹൃദയത്തിൽ വിശുദ്ധി നമ്മുടെ ഉള്ളിലുള്ളതാണ് നമ്മൾ പുറമേ കാണിക്കുന്നത് മുഴുവൻ. ഞാനും നിങ്ങൾ ഉള്ളിലുള്ളതാണ് പുറമേ കാണിക്കുന്നത് മുഴുവൻ. അത് ഉള്ളിലില്ലാത്തൊന്നും ആർക്കൊന്നും ചെയ്യാം. ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത്? ഉള്ളു മുഴുവൻ മ്ലേച്ഛതയും ധനമോഹവും അഹംഭാവവും അഹങ്കാരം, ഞാൻ എന്ന ഭാവം, ഈഗോയും ഒക്കെ കയറിയിരിക്കും. അത് അശുദ്ധി. അപ്പോഴൊന്നും പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവേ പോലും ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ പറ്റില്ല, ഒരു നന്മ നിറഞ്ഞവരും ചൊല്ലാൻ പറ്റില്ല. ഉള്ളു മുഴുവൻ ഇങ്ങനെ അശുദ്ധി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഹൃദയം. അത് വരരുത്. അവിടെ നമുക്ക് മാനസാന്തരപ്പെടണം. ഓശാന എന്നും ഓശാന, ആരാധന എന്നും ആരാധന, പാപമോചകന് ആരാധന, ആരാധന എന്നും ആരാധന, ജീവന്റെ വചനമേ ആരാധന, ആരാധന എന്നും ആരാധന, കരുണൻ ഉറവിടമേ ആരാധന, ആരാധന എന്നും ആരാധന, ബന്ധനമഴിക്കും ദൈവമേ ആരാധന എന്നും ആരാധന, ദിവ്യകാരുണ്യത്തിൽ വാഴുന്നവനെ ആരാധന എന്നും ആരാധന, ആരാധന എന്നും ആരാധന, ആരാധന എന്നും മക്കളുടെ കുടുംബങ്ങളെ തകർക്കുന്ന സാത്താന്റെ ശക്തികളോട്, പൈശാചിക ശക്തികളോട്, അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു. 1:3 ബന്ധിക്കുന്നു. ഒറ്റ വിളി ഈശോയേ, ഈശോയേ, ഒറ്റ വിളി ഈശോയേ. ഈ മക്കളുടെ മേലും, കുടുംബം മുഴുവൻ്റെ മേലും, തലമുറ മുഴുവൻ്റെ മേലും, ദേശം മുഴുവൻ്റെ മേലും പ്രവർത്തിക്കുന്ന സാത്താന്റെ മുഴുവൻ ശക്തികളോടും, പാപശക്തികളോട്, രോഗശക്തികളോട്, തകർച്ചകളുടെ ശക്തികളോട്, പൈശാചിക ബന്ധനങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഈ പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന ഉദ്ധിതനായ നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഈ കൂട്ടായ്മയുള്ള ഓരോ മകനിലും മകളിലും പ്രവർത്തിക്കുന്ന രോഗപീഠകളോട്, തടസ്സങ്ങളോട്, പൈശാചിക ശക്തികളോട് കൽപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. 1 യോഹന്നാൻ 3:8 22 ഇപ്പോൾ അവയെ ബന്ധിക്കുന്നു. ഒറ്റ വിളിശോയേ. ഒരു കുടുംബങ്ങളെ നശിപ്പിക്കുന്ന സാത്താന്റെ ശക്തികൾ, മദ്യപാനം, പുകവലി, മയക്കുമരുന്ന്, ലഹരികൾ, വ്യഭിചാര, സ്വയംഭോഗം, സ്വവർഗരതികൾ, അഹങ്കാരം, ഞാനെന്ന ഭാവം, ധനാസക്തി, ഇവയ്ക്ക് അടിമപ്പെട്ട മക്കള്, ശരീരത്തിന്റെ ആസക്തികൾ അടിമപ്പെട്ട മക്കള്, കണ്ണുകളുടെ ആസക്തികൾക്ക്, ദുരാശകൾക്ക് അടിമപ്പെട്ട മക്കള്, ചെവികളുടെ ദുരാശകൾക്ക്, മനസ്സിന്റെ ദുരാശകൾക്ക് അടിമപ്പെട്ട മക്കള്, ആ മക്കളിലേക്ക് ഇപ്പോൾ പരിശുദ്ധാത്മാ അഗ്നിയെ പെയ്തിറങ്ങട്ടെ. ഒറ്റ വിളിച്ചേന്ന് വിളിക്കുന്നു. ബുദ്ധിയിലെ അന്ധകാരം, യുക്തിവാദം, നിരീശ്വരവാദം, എതിർചിന്തകൾ, അഹങ്കാരം, ആത്മീയ അഹങ്കാരം, ഈ തിന്മയുടെ അരുവികളെ 2 കൊരിന്ത്യർ 4:4 Efesos 6:12 ഒറ്റ വിളിച്ചേ. ഈ കൂട്ടായ്മയുള്ള മക്കൾ മാരക രോഗങ്ങൾ,
മാറാരോഗങ്ങൾ, ക്യാൻസറുകൾ, ഓട്ടിസം, ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങൾ, മെന്റൽ രോഗങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ, തകർച്ചകൾ ഇവയെ മുഴുവനോട് നസ്രായനായ യേശുവിന്റെ നാമത്തിൽ, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്നു, 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 ബന്ധിക്കുന്നു. ഒറ്റ വിളിച്ചോയേ, ഈശോയേ വിളിക്കട്ടെ, ഈശോയേ വിളിക്കട്ടെ. കരമുളിയൊക്കെ ഒറ്റ വിളിച്ചോയേ വിളിക്കട്ടെ. പോരാ, ഒറ്റ വിളിച്ചോയേ വിളിക്കട്ടെ. ഉച്ചത്തിൽ ഈശോയെ, ഈശോ, ഈശോ, ഈശോ വിളിച്ചോ, ഈശോയെ വിളിച്ചോ. Yes,